ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് 1960 കാലഘട്ടങ്ങളിൽ 100 രൂപയുണ്ടെങ്കിൽ ഒരു വലിയ കുടുംബം ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് 2000 കാലഘട്ടങ്ങളിൽ ഏകദേശം 1 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട് എന്നാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ 2040 കാലഘട്ടങ്ങളിൽ എത്തുമ്പോൾ 10 ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ളതാണ് ഇന്ത്യൻ എക്കണോമിക് സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഓരോ വർഷവും ദിനം പ്രതി 35% നമ്മളുടെ ജീവിത ചെലവ് കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത്തരത്തിൽ 35% നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ വർദ്ധിക്കുന്ന ഒരു വരുമാനം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ നിർബന്ധമായിട്ടും വർദ്ധിക്കുന്ന വരുമാനമുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ കണ്ടെത്തിയിരിക്കണം. കാരണം ഓരോ ദിവസവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വർദ്ധിക്കുന്ന വരുമാനമില്ലെങ്കിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവുന്ന സമയത്ത് 2 ടൈപ്പ് ആളുകളാണ് ഇന്ത്യയിൽ ഉണ്ടാവുക. ഒന്ന് ഹൈ ക്ലാസ്സും ഒന്ന് ലോ ക്ലാസ്സും. അങ്ങനെ വരുമ്പോൾ ഈ മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലേക്ക് മാറേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ലോ ക്ലാസ്സിലേക്ക് മാറും. കാരണം ഇന്ന് ദരിദ്രർ എങ്ങനെയാണോ ഇന്ത്യയിൽ ജീവിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്. അത്തരത്തിലുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ പോകുന്നത് വലിയൊരു കുഴിയിലേക്കാണ്. ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അവിടുന്ന് തിരിച്ച് കയറാൻ പറ്റാത്തൊരു കുഴിയിലേക്ക്. അത്തരത്തിൽ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്തിനും വെൽത്തിനും ആരോഗ്യത്തിനും നമ്മളൊരു പ്രിവെൻഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രിവെൻഷനാണ് പല രീതിയിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന കമ്പനി ചെയ്യണം എന്നില്ല, പക്ഷെ ചെയ്യുന്ന കമ്പനി ലീഗലായിട്ടും മോറലായിട്ടും പ്രാക്ടിക്കലായിട്ടും നടക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളാണ് ഇനി മുതൽ അങ്ങോട്ട് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരുന്ന വരുമാനം ഇല്ലെങ്കിൽ വളരുന്ന വരുമാനം കിട്ടുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ പോകണം. കാരണം നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സാമ്പത്തിക സുരക്ഷ, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം ബാധ്യതയായിട്ട് മാറാൻ പോകുന്ന കാലങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗ്രോത്തും ഫിനാൻഷ്യലായിട്ടും ഫിസിക്കലായിട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ്സ് മീ സാദിഖ് ഫ്രം പട്ടാമ്പി.